ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി നയനി മാറി നിന്നിട്ട് പറയാണ് ഇതിൽ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന്. അപ്പൊ ദേവയാനി പറയും അത് ഉറപ്പല്ലേന്ന്. ഞാനും അദൃശ്യേട്ടനും കൂടെ അത് കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞ് പിന്നീട് അവര് കാറിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ അച്ഛനോട് അവർക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേണു പറയും ഇനിയിപ്പോ സംശയം കൂടി കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് മോള് അനന്തപുരിയിൽ അലമ്പുണ്ടാക്കിയിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചതൊക്കെ അവിടുന്ന് നേടിയെടുക്കണം എന്ന് പറയുമ്പോൾ അനാമിക പറയാണ് അതിനുള്ള ശ്രമത്തിലാണ് ഞാനെന്ന് പറയട്ടോ. പിന്നെ ആദർശും നയനിയും അതുപോലെ തന്നെ കിരണിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അനാമികയുടെ അച്ഛൻ ആ പ്രോപ്പർട്ടി കൊണ്ട് കാണിച്ചതും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ അടുത്ത് ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്ഥലം എനിക്കും നോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് കിരൺ പറയൂ കേട്ടോ. ആദർശാണെങ്കിലും പറയുന്നുണ്ട്. പിന്നെ കിരൺ പറയാണ് അനീനെ മൊത്തത്തിൽ അങ്ങ് മുക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അനാമികയുടെ വീട്ടുകാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും ഇനിയിപ്പോൾ അവരെ എങ്ങനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുത്തശ്ശനാണെങ്കിൽ കല്യാണം കഴിച്ചവർ ബന്ധം പിരിയുന്നതും ഇഷ്ടമല്ല എന്ന് പറയൂ കേട്ടോ. ആദർശാണെങ്കിലും പിന്നെ കിരണിനോട് പറയുന്നുണ്ടായിരുന്നു അവനാണെങ്കിൽ അനാമികേനെ കളഞ്ഞിട്ട് നന്ദുവിനെ കെട്ടാൻ നടക്കുകയാണ് എന്ന് പറയും. അപ്പം നന്ദുവിന് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടോ എന്ന് കിരൺ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനിനോട്. അപ്പം നയന് പറയും അച്ഛനും അമ്മയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവൾ പിടി തരുന്നില്ല എന്ന് പറയും. അപ്പോൾ കിരൺ പറയുകയാണ് അവൾക്ക് ഒരുമാതിരിപ്പെട്ട പയ്യന്മാരെയൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാനും നന്ദുവിന് നല്ലൊരു പയ്യനെ കിട്ടുകയാണെങ്കിൽ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനാമികയുടെ അച്ഛനാണെങ്കിലും ആ സ്ഥലത്തിന് 1 കോടി രൂപ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കള്ളായിരിക്കും. ഇന്നത്തെ കാലത്ത് ആരും 1 കോടി രൂപയൊന്നും അഡ്വാൻസ് കൊടുക്കില്ലല്ലോ. ഏറിപ്പോയ 10 ലക്ഷം അത്രയല്ലേ കൊടുക്കുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കിരൺ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങ് മടങ്ങി പോകുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും നയനിനോട് പറയാണ് ആ സ്ഥലം അന്യരുടെ മുതലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുഴപ്പക്കാരാണ് അനാമികയും അവളുടെ അച്ഛനും ഒക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയനിനോട്. പിന്നെ അനിയാണെങ്കിലും ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവയാനീനെ കാണുമ്പോൾ അനി പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിൽക്കടാ അവിടെയെന്ന് പറയട്ടെ. നീ എന്തിനാ എന്നെ കണ്ടപ്പോൾ ഓടി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഓ ഇന്നലെ നല്ല ഫോമിലായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ. നിനക്ക് ഇന്നലെ ബോധമില്ലാത്തതുകൊണ്ടാണ് നിന്റെ കർണത്ത് ഞാൻ അടിക്കാതിരുന്നത് എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ അനി പറയാണ് വല്യമ്മയ്ക്ക് വേണമെങ്കിൽ എൻ്റെ കർണത്ത് അടിച്ചോ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് മുതലാടാ നീ മദ്യപിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അനി പറയാണ് എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തത് തൊട്ടാണ് എൻ്റെ മനസ്സമാധാനം പോയത്. അന്ന് തൊട്ട് തന്നെയാണ് ഞാൻ മദ്യപിക്കാനും തുടങ്ങിയത് എന്ന് പറയാണ് കേട്ടോ. പിന്നെ അനാമികേനെ പോലെ ഇത്രയും ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരുത്തിനെ ഇങ്ങനെ എനിക്ക് എന്തായാലും എൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അനി പറയുന്നത്. അപ്പോൾ അനാമികേനെ എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് കേട്ടോ ദേവയാനീനോട് പറയുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു അവളെ ഒഴിവാക്കിയിട്ട് പിന്നെ നീ ആരെ കെട്ടാനാന്ന് ചോദിക്കട്ടെ. നന്ദുവിനെ എന്ന് ചോദിക്കും. അപ്പോൾ നിന്നെപ്പോലെ ഇങ്ങനെ മനക്കെട്ടില്ലാത്ത ഒരുത്തനെ അവളെന്തായാലും ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ എന്നാലും വേണ്ട എനിക്കിനിയിപ്പോൾ ജീവിതത്തിലൊരു ഭാര്യ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അനാമികേനെ പോലെ ഒരുത്തിനെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അനി വരുന്നത് കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ തലവേദനയായല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ അനിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മോൻ എവിടേക്കാന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ മോൻ വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറ്റി വിടരുതെന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി പോകാനും പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ പറയണ്ട ഞാൻ അകത്തേക്ക് പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിക്രമിച്ച് കയറരുത് എന്തായാലും ഞങ്ങൾക്ക് നന്ദുവിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ASI. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇവിടെ പല SIമാരും ജോലി ചെയ്തിട്ടുണ്ട് ആണായിട്ടും പെണ്ണായിട്ടും. പക്ഷേ ഇതുപോലെ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു SIനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അനിയനോട്. അനിയാണെങ്കിലും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു മാഡത്തിൻ്റെ ആ സ്വഭാവം തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നാൽ പിന്നെ മാഡത്തിനെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ASI. അപ്പോൾ അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. എന്തായാലും എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് അതിക്രമിച്ച് കയറും. എന്നെ ജയിലിലാക്കിക്കോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ഞാൻ ഒരുപാട് കാലമൊന്നും കിടക്കാൻ പോകുന്നൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ മാഡത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും അനി നന്ദുവിൻ്റെ പിറകെ നടക്കുന്നത് എന്തായാലും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു ആണെങ്കിലും നിന്നെ ആരാ അങ്ങോട്ട് കടത്തി വിട്ടതെന്ന്. എന്നെ ആരും കടത്തി വിട്ടതല്ല ASI ഉൾപ്പെടെയുള്ളവർ എന്നെ തടഞ്ഞു. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ SIയുടെ റൂമിലേക്ക് ഞാൻ അതിക്രമിച്ച് കയറിയതാണെന്ന് പറയും കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും അനാമികയുടെ അച്ഛനെ ഒക്കെ വെറുതെ വിട്ടല്ലോ നെക്ലേസ് മോഷ്ടിച്ചത് അവരാണെന്ന് അറിഞ്ഞിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ പരാതി തന്നവരെന്നെ പരാതി പിൻവലിച്ചു. അതുകൊണ്ടാണ് അവരെ വെറുതെ വിട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു എന്ന് അറിയാലോ. അത് മാത്രമല്ല
അങ്ങനെ അവളുടെ വീട്ടുകാരുടെയൊക്കെ ഇത് നന്ദുവിന് അറിയാവുന്ന കാര്യമല്ലേ എന്നെക്കാളും കൂടുതൽ. എന്നിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഇത് അവരോട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിനക്ക് നിന്റെ ഏട്ടനോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നന്ദു പറയുകയാണ്, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരരുത്, ഇവിടെ എനിക്ക് ഒരു നിലയും വിലയൊക്കെ ഉണ്ട് ഈ സ്റ്റേഷനിൽ, എന്നെ ഇവിടെ എല്ലാവർക്കും പേടിയുണ്ട്, നിന്റെ മുന്നിൽ മാത്രം അങ്ങനെ ചൂളി നിൽക്കുന്നത് അവരൊക്കെ കാണുകയാണെന്ന് പറയും കേട്ടോ. അപ്പം നീ അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഞാനൊരു ജോലി തരാമെന്നുള്ളതെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ആരുടെ ഔദാര്യമൊന്നും വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ അധ്വാനിച്ച് തന്നെ ജീവിക്കണം എന്ന് പറയുമ്പോൾ അനി ചോദിക്കുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, നിന്റെ ഏട്ടത്തിനെ ഇപ്പോൾ ഇങ്ങനെ ആദർശേട്ടൻ അവിടെ ജോലിക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നിനക്കും നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്നും നന്ദുവിന് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. അപ്പം അനാമികേനെ എങ്ങനെയെങ്കിലും അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നല്ലോ അത്. അപ്പം അത് കളഞ്ഞതിനുള്ള ദേഷ്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടെ പറയുന്നുണ്ടായിരുന്നു. അനിയാണെങ്കിലും പിന്നെ പറയുന്നുണ്ടായിരുന്നു, അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നന്ദുവാണ് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് നന്ദു പറയാണ് കേട്ടോ. പ്രത്യേകിച്ചും പോലീസ് യൂണിഫോം ഇട്ടതോടുകൂടി ഞാൻ എങ്ങനെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ അനി ചോദിക്കുന്നത്, ഈ പോലീസ് യൂണിഫോം ഇല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കോ, നമ്മുടെ കമ്പനിയിൽ ജോലി തരാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ അനി പറഞ്ഞ പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ നീ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലാക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇനിയും നിന്റെ പിറകെ തന്നെ വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ അവിടുന്ന് പോകുന്നത്. അപ്പം നന്ദു മനസ്സിലോർക്കുന്നുണ്ട്, അവന് എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്, ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ സങ്കടത്തോടു കൂടി നന്ദു ഓർക്കുകയാണ് കേട്ടോ. പിന്നീട് നയനിയാണെങ്കിലും ആദർശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അനി ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവൻ ഇപ്പോഴും ഇങ്ങനെ നന്ദുവിൻ്റെ പിറകെ തന്നെ നടക്കുകയാണ്. ഇന്നും അവൻ സ്റ്റേഷനിലേക്ക് ചെന്നിരുന്നു. അനാമികയുടെ അച്ഛനെ എന്തിനാ വെറുതെ വിട്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, അത് വലിയ തെറ്റായി പോയി എന്നാണ് അവൻ പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവന് ഇതൊക്കെ മുത്തശ്ശനെ അറിയിക്കണമെന്നും അതുപോലെ തന്നെ നമ്മളായിട്ട് തന്നെ അനാമികേനെ അവിടുന്ന് പുറത്താക്കണം എന്നൊക്കെ അവന് നന്നായിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് അവൻ്റെ മനസ്സിലെന്ന് പറയുമ്പോൾ, അതൊരിക്കലും നടക്കില്ല, എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും നന്ദുവിനെ അനന്തപുരിയിലേക്ക് പറഞ്ഞയക്കില്ല എന്നൊക്കെയാണ് കേട്ടോ നൈന പറയുന്നത്. എന്തായാലും മോളെ വിളിക്കാൻ സമയമായിട്ടുണ്ട്, ഞാൻ മോളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ആദർശ് ഫോൺ എടുത്ത് അനീനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അനി കോൾ എടുക്കുന്നില്ല. അപ്പോൾ ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവനറിയാം അവൻ ഇങ്ങനെ സ്റ്റേഷനിലെത്തിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്, അതുകൊണ്ടാണ് അവൻ ഫോൺ എടുക്കാത്തതെന്നും ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നൈന മോളെ സ്കൂളിൽ വിളിച്ച് വീട്ടിലേക്ക് വന്നാണ്. എന്നിട്ട് മോളോട് പറയുന്നുണ്ടായിരുന്നു, മോളുടെ മുത്തശ്ശി മോളെ കാണാൻ കാത്തിരിക്കുകയാണെന്ന്. ചന്തുമോള് പറയും, എനിക്ക് മുത്തശ്ശീനെ കാണാൻ കൊതിയായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അബി അതുപോലെ തന്നെ നവ്യയും അവർ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ അബി നവ്യനോട് പറയാണ്, അമ്മ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നാണെന്നാണ് തോന്നിയതെന്ന്. അപ്പോൾ നവ്യ പറയും, ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം കൂടി വരുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അവർ വരുന്ന കാണുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, വാവ വന്നു എന്നാണ് തോന്നുന്നതെന്ന്. എന്തായാലും നവ്യയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നൈന, വാവയെന്ന് വിളിച്ചിട്ട്. അപ്പോൾ ചന്തുമോൾ ചോദിക്കും, എനിക്കും കൂടെ വാവേനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന്. അപ്പോൾ കാണിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങ് നിൽക്കുന്ന സമയത്ത്, എൻ്റെ കുഞ്ഞിനെ അവളെ കാണിക്കേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് നവ്യ അങ്ങ് കുഞ്ഞിനെ വാങ്ങുകയാണ് കേട്ടോ നൈനയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ചേച്ചി കുഞ്ഞുങ്ങളുടെ മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അബി പറയാണ്, ഇവള് നേരായ ബന്ധത്തിലുണ്ടായ കുഞ്ഞല്ല, ആദർശേട്ടൻ്റെ വൃത്തികെട്ട ബന്ധത്തിലുണ്ടായ വിത്താണ് എന്ന് പറയുമ്പോൾ നൈനയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, നാവിന് എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തും പറയാമെന്ന് കരുതരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, അവൻ പറഞ്ഞാൽ ഇപ്പം എന്താ അത്ര തെറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ആകെ ദേഷ്യമാണല്ലോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോര തിളച്ച് വരും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ചെയ്ത തെറ്റ് ഒരിക്കലും മാഞ്ഞു പോയില്ല എന്നൊക്കെ അബി അതിൻ്റെ ഇടയിൽ കൂടെ പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഒന്ന് കുത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്, ആര് ചെയ്ത തെറ്റും അങ്ങനെ മാഞ്ഞു പോവൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നീ ഇങ്ങനെ വീട്ടിൽ പോയി നിന്നത് അയാളെ വെളുപ്പിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി, അതിൻ്റെ മാറ്റം അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവത്തിലും കാണാനുണ്ട് എന്നിങ്ങനെ നവ്യ പറയുമ്പോൾ, എനിക്ക് അങ്ങനെ ആരെയും വെളുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തെറ്റിനെതിരെ ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കാറുമില്ല ഇങ്ങനെ പറയുമ്പോൾ, പിന്നെ നീ ഇപ്പോൾ എന്താ അടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തിട്ട് നൈന അവിടെ നിന്ന് അങ്ങ് പോവാണ്. എനിക്കിപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞാലും എൻ്റെ ചോര തിളയ്ക്കും എന്നൊക്കെയാണ് കേട്ടോ നൈന പറയുന്നത്. അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യയാണെങ്കിലും കുഞ്ഞിനോട് പറയുന്നുണ്ടായിരുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാവേ കൂവേന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് നവ്യം കയറി പോവാണ് കേട്ടോ. അപ്പോൾ നവ്യനോടാണെങ്കിലും അവി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ നവ്യ ഇങ്ങനെ പ്രഷർ കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നവ്യ നയനയോട് ദേഷ്യപ്പെട്ട് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് ആദർശ് വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അഭിയും നവ്യയും സംസാരിക്കുന്നത്. എന്നാൽ നയനയാണെങ്കിൽ പൊട്ടത്തി ഒന്നും തുറന്നു പറയുകയും ചെയ്യുന്നില്ല. നവ്യക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ട് നവ്യ അങ്ങ് അകത്തേക്ക് കയറി പോകും കേട്ടോ. അബി അതിൻ്റെ പിറകെ പോവും. അപ്പോൾ ചന്തുമോളോട് നയന പറയുന്നുണ്ടായിരുന്ന, മോള് അവർ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ, അവരുടെ സ്വഭാവമൊക്കെ മോൾക്ക് അറിയാവുന്നല്ലേ എന്നിങ്ങനെ പറയും.
പിന്നീട് അനാമികയും രേവതിയും വേണും കൂടെ സംസാരിക്കുകയാണ്. അവർ ഒരു വിധത്തിലൊക്കെ കള്ളം പറഞ്ഞൊപ്പിച്ചല്ലോ. എന്നാലും ദേവയാനിക്ക് ചെറിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ കൂടെ വന്ന ഒരുത്തി ഉണ്ടല്ലോ, അവളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അവളിനിപ്പോൾ അങ്ങനെ വല്യമ്മയ്ക്ക് സംശയമില്ലെങ്കിലും അവളായിട്ട് സംശയം ഉണ്ടാക്കി കൊടുത്തോളും എന്നിങ്ങനെ നയനിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളെന്താ അനിയുടെ അമ്മേനെയും കൂട്ടി വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വേണ്ട, ഇനിയിപ്പോൾ ജാനകിക്കും കൂടെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരിക്കും എന്നിങ്ങനെ വേണു പറയുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട്